ഹായ് പ്രിയമുള്ളവരെ, ജോസ്യൻ ഗ്രീനിലേക്ക് സ്വാഗതം. ചെറുതേനീച്ച കൃഷിയെപ്പറ്റിയുള്ള രണ്ടാമത്തെ പാർട്ടാണ്. പ്രൊഫസർ സാജൻ ജോസഫ്, അദ്ദേഹം ഈ ചെറുതേനീച്ചയിൽ ഡോക്ടറേറ്റ് നേടിയ വളരെ വിദഗ്ധനായ ഒരു ചെറുതേനീച്ച കർഷകനാണ്. അദ്ദേഹം ഒരു ചെറുതേനീച്ചയെപ്പറ്റി ഒരു പുസ്തകം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ചെറുതേനീച്ചയെ എപ്പോഴാണ് ഡിവിഷൻ നടത്തേണ്ടത്, പിരിക്കേണ്ടതെന്നെല്ലാം ഈ ക്ലാസ്സിൽ പറയുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ആ വീഡിയോ കാണുക. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ മാർച്ച് അവസാനം നമ്മൾ ചേർത്തൻ കോളനി പിരിക്കരുത്. അല്ല ഏറ്റവും തേനെടുക്കുന്ന സമയത്ത് പിരിച്ചു സ്ഥലം കൂട്ടിക്കൊള്ളുക. അപ്പം മാർച്ച് അവസാനം പിരിച്ചു കഴിഞ്ഞാൽ റാണിമുട്ട, പുതിയ റാണിമുട്ട ഉണ്ടായിട്ട് 5-6 ദിവസമേ ഉള്ളൂ. അത് വിരിഞ്ഞിറങ്ങാൻ നല്ല 1.5 മാസം കൂടെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അന്നേരത്തേക്ക് പോകുന്ന ഏപ്രിൽ മെയ്, അല്ലെങ്കിൽ ഏപ്രിൽ അവസാനം പിരിച്ചു മെയ് ജൂണിലേക്ക് കയറുന്നു, റാണി റെഡിയായി വരുന്നപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് അത് മീറ്റിങ്ങിന് പോയി എല്ലാം വന്ന് ശരിയാവുമോ, അതിനുള്ള ടൈം ശരിയാവും. ശരിയാകാന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി, ചെറുതേനീച്ചയ്ക്ക് കുറച്ച് ഭക്ഷണം കൊണ്ട് നിലനിൽക്കാൻ പറ്റും. വൻതേനീച്ച പോലെയല്ല. അപ്പൊ അതിനകത്തുള്ള കുറച്ച് തീറ്റ കൊണ്ട് അത് സർവൈവ് ചെയ്തു പോകും. ഒരു ദിവസം തെളിഞ്ഞിട്ട് ദിവസം അവർ പോയി വെയിറ്റ് ചെയ്തു. അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ അടിസ്ഥാനപരമായി നമ്മുടെ കർഷകരുടെ തകരാറ്, നമ്മളിൽ 99% ആൾക്കാരും തേനീച്ചക്കൂട് പിരിക്കുന്നത് തേനെടുക്കുമ്പോഴാണ്. ഒരു കാരണവശാലും തേനെടുക്കുമ്പോൾ ചെറുതേനീച്ചക്കൂട് പിരിക്കരുത്. അത് വൻതേനീച്ചയെ പോലെ തന്നെയാണ്. വൻതേനീച്ചയെ പോലെ തന്നെയാണ് ചെറുതേനീച്ച. നമ്മളെല്ലാം എന്ന് പറയുന്നത്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയും നവംബറിലേ പിരിക്കും. ചെറുതേനീച്ചക്കൂട് നവംബറിൽ പിരിക്കും. നവംബറിൽ പിരിച്ചു കഴിഞ്ഞാൽ അപ്പം പറയും നവംബറിൽ പിരിച്ച തേൻ കിട്ടുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കിട്ടും. നിങ്ങൾക്ക് 10 പെട്ടിയെ 20 ആക്കി തരും. പിരിക്കാതെ നിങ്ങൾ അവിടെ വെച്ചാൽ 10 പെട്ടിക്കാതെ നിങ്ങൾക്ക് 5 കിലോ തേൻ കിട്ടുന്നില്ല. അത് പിരിച്ചിട്ട് നിങ്ങൾ 20 പെട്ടിയിൽ തേൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 12 കിലോ തേൻ കിട്ടും. മൊത്തത്തിൽ കൂടുള്ളൂ, ശരാശരി പെട്ടി കുറയും. അപ്പൊ സാറ് ഒരിക്കലും ഈ സമയത്ത് പിരിക്കുന്ന ഇപ്പൊ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഗൈനിയായിട്ട് പിരിയാറായി നിൽക്കുന്ന പെട്ടിയാണ്. അങ്ങനത്തെ പെട്ടി മാത്രം. അല്ല, തേനെടുത്ത് പിരിക്കാനുള്ള പരിപാടി ഇല്ലില്ല. തേനെടുക്കുമ്പോൾ തേനെടുക്കാവോ, പിരിക്കരുത്. ഞാൻ തേനീച്ചല് മിക്കവാറും കാര്യങ്ങളെല്ലാം ആയി എന്നൊരു തേനീച്ച വളർത്തുന്നതല്ലേ. ഞാൻ പിരിക്കുന്നില്ല, മിക്കവാറും എല്ലാം വിജയിക്കുന്നു. വളരെ കുറച്ചേ പരാജയപ്പെടുന്നുള്ളൂ. തേനെടുക്കുന്നുണ്ട്, പിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന മുഴുവൻ ഇപ്പൊ ഈ സമയം തേനെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ പിരിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ പിരിക്കുക. ഇതാണ് ശരിയെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. വൻതേനീച്ചയെ സംബന്ധിച്ച് തന്നെയാണ് എല്ലാ ഇനം തേനീച്ചകളിലും അതിന്റെ വിഭജനം നടത്തേണ്ടത് ഗ്രോത്ത് പീരീഡിലാണ്. ആ സമയമാണ് ഇതിന്റെ വളർച്ചാക്കാലം. വളർച്ചയുടെ കാലത്ത് വേണം നമുക്ക് പിരിച്ചു വെക്കാനും പിടിച്ചു വെക്കാനും. പ്രത്യേകം നമുക്കൊരു നല്ല അറിവായിരുന്നു. അത് പിരിച്ചു വെക്കണം ഗ്രോത്ത് പീരീഡിലാണ്. ഹണി ഫ്ലോ സീസൺ എന്ന് പറയുന്നത് തേനീച്ച എന്ത് ചെയ്യുന്ന വരാൻ പോകുന്ന ക്ഷാമകാലത്തേക്ക് വേണ്ട തേൻ സംഭരിക്കുക. മുട്ടയിടിയിലല്ല അവരുടെ ശ്രദ്ധ. വൻതേനീച്ചയിലാണ് നമുക്ക് കണ്ടറിയാലോ, അവിടെ മുട്ടയിടിയിൽ കുറച്ചിട്ട് അതിനകത്തോടെ തേൻ നിറയ്ക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ വിഭജിക്കാൻ പാടില്ല. വിഭജനം നടത്തേണ്ടത് ഗ്രോത്ത് പീരീഡിലാണ്. ഹണി ഫ്ലോ സീസണിൽ തേനെടുക്കുക മാത്രം ചെയ്യും. ഇനി ഈ സമയത്ത് നമ്മൾ തേനെടുത്താൽ ചെറുതേനീച്ചയ്ക്ക് 2 ഷോക്കാ വരും. തേനെടുത്തിട്ട് പിരിക്കുമ്പോൾ ഒന്ന് തേനെടുത്തതിന്റെ ക്ഷീണം, പകുതി ഈച്ച ചത്തും, കുറെ ഈച്ച ചത്തും. എത്രയായാലും നിങ്ങൾക്ക് 1000 ഈച്ച ഉള്ളതിനായാലും 300 ഈച്ചയായാലും തേനകത്ത് പിടി ചത്തു കൊടുക്കും. ഈച്ച കുറെ നഷ്ടപ്പെട്ടതിന്റെ ക്ഷീണം, ആ കൂടെ നിങ്ങൾ അതിനെ വിഭജിക്കുകയും ചെയ്യുമ്പോൾ അവർ വലിയ ക്ഷീണങ്ങൾ ഒരുമിച്ച് കൊടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നവംബർ തുറക്കുക, ഉള്ള മുട്ട എടുത്തിട്ട് വെച്ച് റാണിമുട്ട നോക്കിയിട്ട് പിരിച്ചു വെച്ച്. നമ്മുടെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോസാറിന്റെ ഒരു ദിവസം ക്ലാസ് വന്നപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ നമ്മള് ചെറുതേനീച്ചയിൽ കാണിക്കുന്ന ജനമണ്ഡലങ്ങളുടെ പ്രശ്നങ്ങളാണത്. നമ്മൾ വിഭജനം നടത്തുമ്പോൾ എല്ലാവരും പറഞ്ഞ് വിജയിക്കൊന്നുമില്ല. പലരുടേത് 20 വിജയിച്ചു, അത് 10 വെട്ടി 20 ആക്കിയാൽ 14 6 പോയി. ഇങ്ങനെയാ വരുന്നത്. നമ്മൾ 10 വെട്ടി 20 ആക്കി 20 എന്തൊക്കെ പിരിച്ചു വരുമ്പോൾ കുറച്ച് പിരിച്ചു വെച്ച് 2 മാസം കൊണ്ട് വീഴ്ചയില്ല. പക്ഷെ ഒരു 2 മാസം കൊണ്ട് വീഴ്ചയുണ്ട്. വേറെ വേറെ വന്ന് കയറും. അപ്പൊ പിന്നെ തന്നെയല്ല പിരിച്ചു വെട്ട പെട്ടിയാൽ പലരും പിന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒരു 7 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ തുറന്നു ഇതൊക്കെ ചെയ്യേണ്ട കാര്യം. അപ്പം മുട്ടയിലേക്ക് ഒന്നുകൂടെ വെച്ച് മുട്ട വെച്ച് കൊടുത്താൽ പോയ പെട്ടി തിരിച്ചു കിട്ടും. എനിക്ക് നോബിളിയായിട്ട് വൻതേനീച്ചയിൽ ഒത്തിരി സംശയങ്ങൾ തീർന്നിട്ടുണ്ട്. നമ്മളെ ആ ഗ്രൂപ്പിൽ എനിക്ക് എപ്പോഴും ഇത് സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയുക, ജെന്യുവിൻ ആയിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരാളായതുകൊണ്ട് ഞാൻ നോബിളിയായിട്ടിനെ വിളിക്കാറില്ല. ചിലർ എക്സാജറേറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ചെറുതേനിൽ വളരെ ശ്രദ്ധ വെക്കാറില്ല. എനിക്ക് കൂടുതൽ എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലുള്ള മനുഷ്യർ ശ്രദ്ധ വെക്കേണ്ടത് ചെറുതേനിലാണ്. നമ്മൾ നോക്കി, നമ്മൾ തേനീച്ചക്കൂട് കൊടുക്കുന്നവരല്ലേ. നമ്മൾ തേനീച്ചക്കൂട് കൊടുത്തിട്ടുള്ള 100-ൽ 10 പേരെ തുടർന്ന് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതൊരു വസ്തുതയാണ്. കാരണം ആരോടും തത്തിച്ചില്ലായിരുന്നല്ലോ. ഞാനും ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മൾ വൻതേനീച്ച വളർത്തുന്നതിൽ 100 പേർക്ക് വെട്ടി കൊടുത്താൽ 10 പേരെ പിറ്റേ വർഷം കാണും. പിറ്റേ വർഷം അത് പോയി പിന്നെ 2 വർഷം കഴിയുമ്പോൾ അതിൽ 10 പേരെ തുടർന്ന് കൊണ്ടുപോകുക. അത് തന്നെ കൂടുതൽ, അത് അത്ര പോലും കാണിയാണ്.
ചെറുതേനീച്ച നിങ്ങൾ വളർത്തി തുടങ്ങിയാൽ വളർത്തിയവരുടെ എല്ലാതും കാണും. ആ, അതാണ് എന്റെ പ്രത്യേകത. കാരണം അത് പോയല്ല, അതവിടെ ഇരുന്നോളും. അതാണ് തേൻ കുറവായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് പോയി. ഞാൻ ഈച്ച മേടിക്കാനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ തേനീച്ച മേടിച്ച് വെക്കാവുള്ളൂ കേട്ടോ. നോക്കാം എന്ന് നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈച്ച മേടിക്കുള്ളൂ, അല്ലെങ്കിൽ പരാജയപ്പെടുകൊണ്ടോന്നു. എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടു മറ്റോ 10-100 തേനീച്ച വളർത്തുന്നുണ്ടല്ലോ, അവൻ നേരെടുക്കുന്ന വളർത്തുന്നു, ഓടി ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടും. ശരിക്കും പഠിച്ചതിന് ശേഷം നമ്മൾ പഠിച്ചവർ തന്നെ കേരളത്തിൽ വിഷമിക്കുക, എനിക്കിപ്പോ എത്രയാ, എനിക്ക് 1600 കൂടുണ്ട് വരണ്ടേനും കൂടെ. അത് അടുത്ത വർഷം 300 ഇരുന്ന് കിട്ടണില്ലെന്ന്. ഇരുന്ന് കിട്ടിയാലേ വിജയമായിരുന്നു. ഇരുന്ന് കിട്ടണില്ല. ചില വർഷം നമ്മൾ കാശ് കൊടുത്ത് വെട്ടിയെ മേടിക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്കാണ് കുറെ കിട്ടുന്നത്. എന്റെ ഈച്ചകൾ കാര്യമായിട്ട് പോകുന്നത് ഹൈറേഞ്ച് മേഖലയുടെ പ്രശ്നം. ഇവിടെ മഴ കൂടുതലാണ്. മഴ കൂടുതൽ. ഞാൻ പിന്നെ കുറച്ചുകൂടെ അതായത് മെയ് മാസം പകുതി ആകുമ്പോഴത്തേ ഞാൻ വളരെ കൃത്യമായിട്ട് അത് ഇപ്പൊ പോലും ഞാൻ ഈ ഉണങ്ങിയ അടകളില്ലേ ഈച്ച മാറിയ അടകൾ ഇപ്പൊ എടുത്ത് കളഞ്ഞോണ്ടിരിക്കുക, മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ പുറകെ നിൽക്കുന്നോണ്ടാണ് പുതിയ അട ഇപ്പൊ കെട്ടിക്കുക. എങ്കിലേ അതേ കയറി ഇച്ചിരി തേനും വന്ന് ഇച്ചിരി പൂമ്പടി, അല്ലെങ്കിൽ നമ്മൾ അടുത്ത മെയ് മാസം ആദ്യമേ ഒരു തീറ്റ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് റാണി കയറി അപ്പോഴേ കയറി മുട്ട കിട്ടും. അപ്പം മഴക്കാലത്ത് പിടിച്ചിരിക്കുമല്ലേ. പിന്നെ മോശം റാണികളെല്ലാം ഇപ്പൊ തന്നെ ഒന്ന് നോക്കിയാലേ കണ്ണടച്ച് കൊന്നു പറഞ്ഞോളൂ. ആ നോക്കിയല്ലേ. പിന്നെ ഈ സമയത്ത് ഇനി ഒന്നുമില്ല. ഞങ്ങളിപ്പോ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു തട്ടേ തേൻ നിർത്തിയേക്കുക. ഒരു സൂപ്പർ നടഞ്ഞ തേനിരിക്കണം. ഇനി ജൂണിലെ അത് തുറക്കുന്ന തീറ്റ കൊടുക്കുന്നുള്ളൂ. ഇടയ്ക്ക് പോകുന്നു നോക്കുന്നു കൊടുക്കുന്നത്. എന്നിട്ട് ജൂൺ കുഴപ്പമില്ല, ജൂലൈയും കുഴപ്പമില്ല, ഓഗസ്റ്റും കുഴപ്പമില്ല, ഈച്ചയിരിക്കും. സെപ്റ്റംബർ തൊട്ടങ്ങ് പോകും. സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഈച്ച. സെപ്റ്റംബർ സാറേ ഞാൻ ഇപ്പൊ ജൂൺ മാസം വരെ ഞാൻ അട കെട്ടിക്കും, പുതിയ അട കെട്ടിക്കും. ഇപ്പം അതായത് കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത കുറേ പെട്ടികളിൽ 3 അടയിലെ കുഞ്ഞുള്ളൂ, ബാക്കി മുഴുവൻ തേനട കുഞ്ഞില്ല. പിന്നെ നോബിലേറ്റിനെ സംബന്ധിച്ച് അങ്ങനെ പുതുക്കുന്നതിനൊരു ഉപകാരമുണ്ട്. പെട്ടി എണ്ണം കൂട്ടി വിഭജനത്തിന്റെ രസമുണ്ട്. ഞങ്ങൾ കോളനി വിൽക്കുന്നില്ല. കോളനിയുടെ ആവശ്യം നമുക്കില്ല. നമുക്കുള്ള കോളനിയാണ് ഇരുത്തി എടുത്തിട്ട് അതിനകത്ത് നന്ദോഷം തേനുള്ള കോളനി വിൽപ്പന പരിപാടി ഞാൻ ചെയ്യുന്നില്ല. കോളനി വിഭജിക്കുന്ന ഒരാൾക്ക് 2 ഡേറ്റും പിരിച്ചെടുക്കാം. എണ്ണം കിട്ടിയാൽ മതി. അവർക്കൊരു ഒരു റാണി എന്തെങ്കിലും കിട്ടിയാൽ അപ്പൊ അതിൽ ഒരു അടയണിട്ട് 4 ഈച്ച വെച്ച് അവരാക്കി എടുക്കാം. അത് ചെയ്യാം. ഞങ്ങളുടെ എയിം അതല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ തേൻ വെച്ചുകൊണ്ട് അവർ ഇരിക്കുകയും ജീവിച്ചു പോകും. ഞാൻ അതുപോലെ ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ആ മേഖല നിങ്ങൾ അങ്ങോട്ട് തെക്കൻ മേഖലയിലേക്ക് നോക്കുന്നുണ്ട് തെങ്ങുണ്ട്, പൂമ്പൊടിയുണ്ട്. ഇവിടെ പൂമ്പൊടിയാണ് ഒരു രക്ഷയില്ല, തൈരി പൂമ്പൊടിയില്ല. അങ്ങനെ തിരിച്ച് പോകും. ഞാൻ വീട്ടിൽ ഒരു 100 പെട്ടിയുടെ കൊണ്ടെടുത്താണ് വെച്ചേക്കുന്നത്. കഴിഞ്ഞ 2 എണ്ണം പോയുള്ളൂ. അത് എൻ്റെ ശ്രദ്ധക്കുറവുണ്ടാവില്ല. ബാക്കി മുഴുവൻ അവിടെ പിടിച്ചു തിരിച്ച് പോയി. ആ നല്ലത് കിട്ടി. അത് അവിടെ പൂമ്പടി അല്പം കൂടുതലാണ്. രക്ഷയില്ല. ഇവിടെ ഓരോ ആഴ്ചയിലും ഓരോ സൈറ്റിൽ നിന്നും 5-6 പെട്ടി പറക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ സമയം ചോദിച്ചിട്ട് തിരക്ക് കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം ട്രെയിനിങ് ഇവിടെ വെച്ചേക്കാം. നിങ്ങളുടെ ഭൂമിക്കാരെ കൂട്ടി പോരുന്നു.